ഹായ് ഹലോ. അപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചേക്കണേന്ന് നിങ്ങൾ കരുതുമല്ലേ. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് ചെയ്യാമെന്ന് കരുതി. അപ്പം എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രോയിങ്. അപ്പോൾ എനിക്ക് ഡ്രോയിങ് ബുക്കും ഉണ്ട്, പിന്നെ ഡ്രോയിങ് പേപ്പറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് വേറെ ചെയ്യുന്നു. ഇതിപ്പം നമ്മുടെ കേക്ക് വാങ്ങിച്ച സമയത്ത് കിട്ടിയ ഒരു ബോഡി ഇവിടെ ഇരുന്നു, അപ്പോൾ അതിലൊന്ന് പടം വരച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ്. പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രഷെല്ലാം ഞാൻ കുതിർന്ന് വരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. കുറച്ച് നാളായി ബ്രഷെല്ലാം യൂസ് ചെയ്തിട്ട്, അപ്പം വെറുതെ ഒന്ന് ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പം ഞാൻ കരുതി അതൊന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്കൊരു സ്മൂത്ത് കിട്ടും, അല്ലെങ്കിൽ കല്ലിലിട്ട് ഉരച്ചണക്കി ഇരിക്കും. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറിറ്റ് പെയിൻ്റൊക്കെയാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. വൈറ്റിലൊന്നും ഒന്നുമില്ല, ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ചുമരിൽ നമ്മുടെ ഒരു യൂണിക്കോൺ വരച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും യൂണിക്കോൺ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കും കേട്ടോ. പക്ഷെ അത് യൂണിക്കോൺ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതിയിൽ യൂണിക്കോൺ വരച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ മൗണ്ടെയിൻ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഞാൻ മലയും ഒരു ആകാശവും പിന്നെ ഒരു കാടും ചെറിയ മരങ്ങളും പിന്നെ ഒരു പുഴ. ഞാൻ ഇത്രയാണ് എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടം സീനറിയാണ് കേട്ടോ. സീനറി ഞാൻ എത്ര വരച്ചാലും ഞാൻ ഏറ്റവും കൂടുതൽ വരയ്ക്കുന്ന സീനറിയാണ്. പിന്നെ ഫേസൊന്നും റെഡിയായിട്ട് വന്നിട്ടില്ല. ഐയൊക്കെ വരച്ചിട്ടുണ്ട്, ഫേസായിട്ട് ഫുള്ള് വരച്ചിട്ടില്ല, കണ്ണ് വരച്ചിട്ടുണ്ട്. ഇത്രേ വരച്ചിട്ടുള്ളൂ. പിന്നെ അല്ലാതെ ചെറിയ പൂക്കളും അങ്ങനെയൊക്കെയുള്ള ഇതേ വരച്ചിട്ടുള്ളൂ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എനിക്ക് ഏറ്റവും കൂടുതലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതാണ്. 86% ആരും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതാണ്. 13% മാത്രമാണ് എന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ. ഓരോ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ ഫുള്ള് വീഡിയോസ് ഇത് വാച്ച് ചെയ്യാൻ നോക്കണം. അയ്യോ ഫുൾ ഇത്രയും മിനിറ്റ് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചത് കാണാതിരിക്കരുത്. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് നിങ്ങളിത് എടുത്താൽ മതി. ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ ഓരോരോ ദിവസങ്ങളാണ് ഞാനിതിലിടുന്നത്. അപ്പം ഞാനിത് മലയാണ് ഉദ്ദേശിക്കുന്നത്. മലയായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കാക്കറൂക്കറ വരയ്ക്കുന്ന വേറെ ഒന്നുമില്ല, അതൊരു ഷേപ്പാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെയൊക്കെ വരച്ച് ഒരു മൗണ്ടൈൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം വേറെ മറ്റുള്ളവർ വരയ്ക്കുന്നതൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ അറിയുന്നുള്ളവരൊക്കെ വരയ്ക്കുന്ന അതൊരു വെറൈറ്റി ഇതാണ്. അവർ വർഷങ്ങളോളം വരച്ച് അതൊരു എക്സ്പീരിയൻസാണ്. നമുക്ക് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഇത് മല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ വൈറ്റ് കളറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം പോസ്റ്റർ കളറിൽ തീർന്നിട്ട് കുറച്ചൊക്കെ കട്ട പിടിച്ചിരുന്നതൊക്കെ ഞാൻ കുത്തി തോണ്ടി എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കളറായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലൂ ഒക്കെ ഇട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ബ്ലാക്ക് കളറിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ നമ്മുടെ കാട് വരയ്ക്കും. ഈ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നത് നമുക്കൊരു ഡാർക്ക്നെസ് കിട്ടാനും പിന്നെ ചെറിയൊരു കാട് ഒരു പ്ലാനുണ്ട്. അപ്പം അത് വരയ്ക്കാനാണ് ഞാനിങ്ങനെ ബ്ലാക്ക് വരയ്ക്കുന്നത്. ബ്ലാക്ക് ഇട്ട് വരച്ചതിന് ശേഷം നമ്മുടെ ഗ്രീന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ കളറുണ്ടല്ലോ, ചാണകപ്പച്ച കളറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്കൊരു ഒരു പച്ചപ്പ് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡാർക്കും പച്ചപ്പും കൊണ്ട് വരുമ്പം അതൊരു ഭംഗിയാണ്. അപ്പം ഞാൻ ചെറിയൊരു നമ്മുടെ കളർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതായത് ബ്ലാക്കും ചാണകപ്പച്ചയും കൂടെ ചേർത്തൊന്ന് കൂട്ടിയെടുത്തിട്ട് അതൊന്ന് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവിടെ അങ്ങോട്ടൊക്കെ പറ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോയിലർ പേപ്പർ ആയതുകൊണ്ട് അത്ര ഒരു ഫിനിഷിങ് ലുക്ക് കാണത്തില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ക്യാമറ ഒന്ന് ചരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എഡിറ്റിങ്ങിന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. പക്ഷേ അത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഞാൻ ആ മരത്തിൻ്റെ ലീഫൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ. ചെറുതായിട്ട് കുനുക്കുനാന്ന് നമ്മളിങ്ങനെ കുനുക്കുനാന്ന് അത്യാവശ്യം ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2-3 വര ഇങ്ങനെ നീട്ടി വരച്ചിട്ടുണ്ട്. അത് നമ്മുടെ മരത്തിൻ്റെ തണ്ടാണ്, അതായത് ഒരു മരമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്തെടുക്കണം. നമ്മുടെ ലൈറ്റ് ഗ്രീൻ ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് നന്നായിട്ട് ഒരു മരത്തിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആ പച്ചയിൽ ഇങ്ങനെ അടിച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ഞാൻ മരത്തിൻ്റെ ഒരു ചെറിയ രീതി ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ നമ്മുടെ
മരത്തിൽ പച്ച അടിക്കുന്ന സമയത്ത് ഒരു ഷേപ്പ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? ചെറിയൊരു കാടും ചെറിയൊരു പച്ചപ്പും പിന്നെ അങ്ങനെയൊക്കെ തോന്നുന്നില്ലേ? പിന്നെ നമ്മുടെ മരത്തിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ഇട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മരം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ ബ്ലാക്ക് യൂസ് ചെയ്ത് ഞാൻ ആ നദിയുടെ അവിടെയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂവും ബ്ലാക്കും കൂടെ ആകുമ്പം ഒരു നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ വിചാരിച്ചു 2 സൈഡിലായിട്ട് ഇത് ഒരു നദി കണക്ക് വന്നിട്ട് പിന്നെ ഒരു വഴി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഞാൻ വരച്ചു വന്നപ്പോൾ ഞാൻ അത് ബോറായിരിക്കും ചിലപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ അത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് കുറച്ച് വൈറ്റൊക്കെ ഇട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ നമ്മുടെ മേഘവും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.